പിക്ചർ ഡിക്ഷണറിയുടെ അടുത്ത ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കുറേയേറെ ഭാഗങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇവിടെ തീർച്ചയായും ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ സെഷൻ കാണുമ്പോഴും ആദ്യം മുതൽ അവസാനം വരെയും കാണുക. ഇതിപ്പോഴും ഓർഡറിൽ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, പക്ഷേ നിങ്ങൾ കാണുമ്പോഴും മുഴുവൻ കാണുക. കാരണം വളരെയേറെ കാര്യങ്ങളെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതാണ്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കാം ഏതൊക്കെയാണ് വാക്കുകൾ. ഇപ്പോൾ ക്ലോത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ വസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബ്ലേസർ അല്ലെങ്കിൽ ജാക്കറ്റ് എന്നൊക്കെ നമ്മൾ ഓവർകോട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനി പാൻസിന് നമ്മൾ എന്ത് പറയാവുന്നതാണ്, ട്രൗസേഴ്സെന്നും പാൻസ് എന്നും പറയാവുന്നതാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. പാൻസ് അല്ലെങ്കിൽ ട്രൗസേഴ്സ് ഒന്നാണ്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ തൊപ്പി. ഹാറ്റ് എന്ന് പറഞ്ഞാൽ അതും തൊപ്പിയാണ്, പക്ഷേ നമ്മൾ ഈ തണുപ്പ് കാലത്തൊക്കെ ഉപയോഗിക്കുന്നത് ഹാറ്റാണ്, അല്ലെങ്കിൽ വെയിലടിക്കാതിരിക്കാനൊക്കെയുള്ള ഹാറ്റ് ഉപയോഗിക്കാറുണ്ട്. ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പിന്നെ ഈ തണുപ്പ് കാലത്ത് നമ്മൾ ഇടുന്ന കയ്യുറയ്ക്കാണ് ഗ്ലൗസ് എന്ന് പറയുന്നത്. സ്കാർഫ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തലയിൽ കെട്ടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മുഖത്ത് കിട്ടുന്ന തണുപ്പൊക്കെ ആയിരിക്കാണ് സ്കാർഫ്. ഇനിയിപ്പോൾ ഷർട്ട് നമുക്ക് പറയാം. ഒന്നിൽ കൂടുതൽ ഷർട്ടുകളാണ് ഷർട്ട്സ് എന്ന് പറഞ്ഞാൽ. ബെൽറ്റ്, ഹാൻഡ് ബാഗ് നമുക്കറിയാവുന്നതാണ്, പെൺകുട്ടികളുടെ കയ്യിലൊക്കെ ഹാൻഡ് ബാഗ്. ജീൻസ്, ഷോർട്ട്സ്, സ്കേർട്ട്, അതുപോലെ തന്നെ ടൈസ്, ഷൂസ്, പൈജാമാസ്, അതുപോലെ തന്നെ നൈറ്റ് ഗൗൺസ് അല്ലെങ്കിൽ നൈറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ നൈറ്റ് ഗൗൺസ്. നമ്മുടെ നാട്ടിൽ നൈറ്റി എന്ന് പറഞ്ഞാൽ മറ്റ് സ്ത്രീകൾ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ രാത്രിയിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾക്ക് നൈറ്റി അല്ലെങ്കിൽ നൈറ്റ് ഗൗൺസ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഉള്ളത് എന്തിനും നമ്മൾ ഡ്രസ്സ് എന്ന് പറയാവുന്നതാണ്. അതിപ്പോഴേ സ്ത്രീകളിലേക്ക് വസ്ത്രങ്ങൾക്കൊക്കെ ഡ്രസ്സ് എന്ന് പറയാവുന്നത്. ഈ സ്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെരുപ്പുകൾക്കാണ് പറയുന്നത്. ഇവിടെ ഞാൻ അറിയാതെ കൊടുത്തിരിക്കുന്നതാണ്, ഷൂ അല്ല. ശരിക്കും സ്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ, അത് എന്ത് ചെരുപ്പ് ആയിക്കോട്ടെ അതിന് സ്ലിപ്പേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ വാലറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സ്, പൈസയൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന. സൺഗ്ലാസസ്, സോക്സ്. അപ്പോൾ സോക്ക് എന്ന് പറയത്തില്ല, സോക്സ് എന്നാണ് പറയുന്നത്. കാരണം ഒന്നിൽ കൂടുതൽ സോക്സ് ഉണ്ട്, ഒരെണ്ണം ആരും ഇടാറില്ല അല്ലേ. അതുപോലെ തന്നെ ജ്വല്ലറി, ഹാൻഡ് കർച്ചീഫ് അല്ലെങ്കിൽ ഹാങ്കി എന്ന് പറയുന്നത് തൂവാല എന്ന് നമ്മൾ പറയും. ഹാൻഡ് കർച്ചീഫ് അല്ലെങ്കിൽ ഹാങ്കി. ബോക്സേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഇടുന്ന ചെറിയ നിക്കറിനാണ് ബോക്സേഴ്സ്. ഇനി കുട്ടികളുടെ ഐറ്റംസാണ് വാസലിൻ. അപ്പോൾ നമ്മൾ മുഖത്തൊക്കെ വാസലിൻ അല്ലെങ്കിൽ ദേഹത്തൊക്കെ തേക്കാറുണ്ട് വാസലിൻ. ബേബീസ് ബോട്ടിൽ, അപ്പോഴിങ്ങനെ കുടിക്കുന്നത്. പിന്നെ ട്രെയിനിങ് കപ്പ് എന്ന് പറഞ്ഞാൽ വിദേശത്തൊക്കെ മെയിനായിട്ട് കാണുന്നതാണ്. അതായത് ഇങ്ങനെ കഴിക്കാനും കുടിക്കാനൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നതാണ് ട്രെയിനിങ് കപ്പ്. അത് ശരിക്കും രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കുടിക്കാനാണ്. പാല് അതല്ലെങ്കിൽ ജ്യൂസ് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് കപ്പിലാണ്. ഈ കോട്ടൺ ബഡ്സ് നമുക്കറിയാം. ടോയ്സ്, അതുപോലെ നാപ്പീസ് നിങ്ങൾക്കറിയാം, കുട്ടികളുടെ ഇങ്ങനെ കെട്ടുന്ന നാപ്പീസ്. ഇപ്പം ബേബി ബാക്ക് പാക്ക് എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ ഇടാൻ വേണ്ടി ഇങ്ങനെ പുറത്ത് അതായത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ സഞ്ചി തൂക്കിയിട്ട് അതിനകത്ത് പിള്ളേരെ കയറ്റിയിരുത്തും ആണ് ബേബി ബാക്ക് പാക്ക്. ഇപ്പോൾ ഹൈ ചെയർ എന്ന് പറഞ്ഞാൽ അതും പിള്ളേർക്ക് ഇരിക്കുകയാണ്. നിങ്ങൾ KFCയിൽ അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സിലൊക്കെ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട് ഈ ഹൈ ചെയർ, ഇച്ചിരി പൊക്കമുള്ള പിള്ളേർക്ക് ഇരിക്കാനുള്ള ചെയർ. ഇനി പിള്ളേരെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകുന്ന വണ്ടിക്ക് എന്താണ് പറയുന്നത്, പുഷ് ചെയർ എന്ന് പറയാം, ബഗ്ഗി എന്ന് പറയാം, അല്ലെങ്കിൽ സ്ട്രോളർ എന്ന് പറയാം. 3 പേരുണ്ട്. പുഷ് ചെയറിന് വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ് പുഷ് ചെയർ. അതുപോലെ തന്നെ പിള്ളേരെ കിടത്തുന്ന ഒന്നാണ് കോട്ട്. പിള്ളേരെ കിടത്തുന്നത് കട്ടിലിനൊക്കെ നമ്മൾ കോട്ടെന്ന് പറയാവുന്നതാണ്. ഇനി ചേഞ്ചിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിള്ളേരെ ഇപ്പോൾ നാപ്പിയൊക്കെ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ ടേബിളാണ് ചേഞ്ചിങ് ടേബിൾ. ബിബ് എന്ന് പറഞ്ഞാൽ ഈ പിള്ളേർക്ക് ഇങ്ങനെ ഇടുന്ന, അതായത് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വീഴാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടുന്നതാണ് ബിബ്. ഇനി വെറ്റ് വൈപ്സ് എന്ന് പറഞ്ഞാൽ മുഖമൊക്കെ തൂക്കാനുള്ള ഇച്ചിരി നനവുള്ള ഒരു പേപ്പർ, അതാണ് വെറ്റ് വൈപ്സ് എന്ന് പറയുന്നത്. ബോണറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കുന്ന തൊപ്പിയില്ലേ ചെറിയ പിള്ളേർക്ക്, ബോണറ്റ്. ബൂട്ടീസ് എന്ന് പറഞ്ഞാൽ ചെറിയ സോക്സാണ് ബൂട്ടീസ്. സിംഗ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പിള്ളേർക്ക് ഇടുന്ന ചെറിയ ഒറ്റ ഒരു ചെറിയൊരു ബനിയൻ, അണ്ടർ പാൻസ്. അതുപോലെ തന്നെ ഡ്രസ്സ് നമുക്ക് പറയാവുന്നതാണ്. സ്ത്രീകൾ പെൺകുട്ടികളിലൊക്കെ ഡ്രസ്സ് എന്ന് പറയും. ജമ്പർ അല്ലെങ്കിൽ ജേഴ്സി എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ ഇടുന്നതാണ്, തണുപ്പൊക്കെ ഇരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ഇടുന്നതാണ് ജമ്പർ അല്ലെങ്കിൽ ജേഴ്സി. പ്ലാസ്റ്റിക് സ്പൂൺ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം. ഷൂസ്, പലതരത്തിലുള്ള പിള്ളേരുടെ ഷൂസ്. നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടമായി ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.